ശ്രീ സർ, ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി അതേ ഭരണഘടനയെ തന്നെ കുന്തത്തോടും കുടച്ചക്രത്തോടുമൊക്കെ അതിനോടൊക്കെ താരതമ്യം ചെയ്തുകൊണ്ടൊരു പ്രസംഗം നടത്തുക, എന്നിട്ട് ആ പ്രസംഗത്തിൻ്റെ പേരിൽ രാജിവെക്കേണ്ടി വരിക, പിന്നീട് ഒരു നാടകം പോലെ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരിക. ഇപ്പോൾ ഹൈക്കോടതി വീണ്ടും കൃത്യമായി പറഞ്ഞിരിക്കുന്നു അതൊരു ഭരണഘടനാ ലംഘനം തന്നെയാണ്. എങ്ങനെയാണ് ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിക്ക് ഭരണഘടനയെ ഇങ്ങനെ അധിക്ഷേപിക്കാൻ ധൈര്യം വന്നത് എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. ഈ മന്ത്രിക്ക്, സജി ചെറിയാൻ എന്ന മന്ത്രിക്ക് ഇനിയും ഈ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം യോഗ്യനാണോ? വീണ്ടും വീണ്ടും LDF കൺവീനർ TP രാമകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കണ്ടത്. ഈ തരത്തിൽ പാർട്ടി അടക്കം ഭരണഘടനയ്ക്ക് കൊടുക്കുന്ന ഒരു വില നമ്മൾ കാണുകയാണ്. സജി ചെറിയാൻ എന്തായാലും ഈ സ്ഥാനത്ത് തുടരാതെ രാജിവെക്കേണ്ടത് തന്നെയല്ലേ? പാർത്ഥൻ, തീർച്ചയായും. കാരണം നമ്മൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആദ്യം തന്നെ കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിനെ അങ്ങേയറ്റം നമ്മൾ ഹൃദയം കൊണ്ട് അദ്ദേഹത്തിനോട് നന്ദി പറയേണ്ടതാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഭരണഘടനയെ എത്രത്തോളം മോശമായിട്ട് അവഹേളിക്കുകയാണ് ശ്രീ സജി ചെറിയാൻ ചെയ്തത് എന്നതിനെക്കുറിച്ച് നമ്മളെല്ലാം തന്നെ അന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സർക്കാരിനും CPM-നും മറ്റൊരു വേർഷൻ അക്കാര്യത്തിലുണ്ടായിരുന്നു. വലിയ വിമർശനം ഉണ്ടായിരുന്ന സമയത്ത് ആദ്യം ന്യായീകരിക്കാനായിട്ട് മറ്റു മാർഗങ്ങളില്ലാതിരുന്നപ്പോൾ അദ്ദേഹം രാജിവെക്കുന്നു. അതിനുശേഷം ഈ ഒരു പ്രസംഗം, അതിന് ലൈവ് ബ്രോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നതാണ്. അങ്ങനെയുള്ള ആ ഒരു പ്രസംഗം, അതിൻ്റെ വീഡിയോ കിട്ടുന്നില്ല എന്ന രീതിയിലത്തേക്ക് പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് എന്നുള്ള ചില വാർത്തകളൊക്കെ വന്നിരുന്നു. അന്ന് വീഡിയോ തങ്ങളുടെ പക്കലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ സഹായിക്കാൻ സന്നദ്ധരായിട്ടുള്ള നിരവധി ആൾക്കാരൊക്കെ തന്നെ ഫേസ്ബുക്കിലും മറ്റും പോസ്റ്റുകൾ ഇടുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ തുടക്കം മുതൽ തന്നെ സജി ചെറിയാൻ ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കുന്നതിന് വേണ്ടി കേരള പോലീസ് പ്രവർത്തിക്കുകയായിരുന്നുവെന്നും അത് സർക്കാരിൻ്റെ പാർട്ടിയുടെ താല്പര്യത്തിന് അനുസൃതമായിട്ടാണ് അവരത് ചെയ്തത് എന്ന കാര്യത്തിലും സംശയമുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്ലീൻ ചിറ്റ് കിട്ടുന്നു. സ്വാഭാവികമായിട്ടും കോടതി പരിഗണിക്കുക പോലീസിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. അത് അവിടേക്ക് വരുന്ന സമയത്ത് അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എങ്കിൽ സജി ചെറിയാനും മന്ത്രിയായിട്ട് അദ്ദേഹത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നു. ആ സാഹചര്യം അവിടെ ഉണ്ടാവുകയും അദ്ദേഹം വീണ്ടും മന്ത്രിയായിട്ട് വരികയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. എത്ര കാലം മറ്റൊരാൾക്കും ആ പോർട്ട്ഫോളിയോ കൊടുക്കാതെ അതിനെ പിടിച്ചു വെച്ചിരുന്നുവെന്നും അത് എത്രത്തോളം ആത്മവിശ്വാസമാണ് CPM-നും സർക്കാരിനും അന്ന് സജി ചെറിയാൻ ഈ വിഷയത്തിൽ നിന്ന് സോക്കോൾഡ് അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരും എന്നൊക്കെ അവർ കരുതിയിരുന്നത് എന്നതിൻ്റെയും കൃത്യമായിട്ടുള്ള ദൃഷ്ടാന്തവുമാണ്. നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഇന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയേണ്ടുന്നത് ഭരണഘടനയെ സംരക്ഷിക്കുക, ജനാധിപത്യത്തെ സംരക്ഷിക്കുക, അത് BJP-യിൽ നിന്ന് സംരക്ഷിക്കുക എന്നീ മുദ്രാവാക്യങ്ങളാണ് ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യത്തിലുള്ള കക്ഷികൾ എല്ലാവരും തന്നെ ഉന്നയിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഭരണഘടനയോടൊരു ആഭിമുഖ്യവും പ്രതിബദ്ധതയും ഒക്കെ ഉണ്ടാകേണ്ടത് CPM-നാണ്, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിലുള്ള മറ്റ് കക്ഷികൾക്കാണ്. അത് ഇവിടെ കണ്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഭരണഘടനയെ, അല്ലെങ്കിൽ അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ഫണ്ടമെൻ്റലായിട്ടുള്ള തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഭരണഘടനയ്ക്ക് പണ്ട് കേശവാനന്ദ ഭാരതി കേസിൽ പറയുന്നത് പോലെ ഒരു ബേസിക് സ്ട്രക്ചർ, അല്ലെങ്കിൽ ഒരു അടിസ്ഥാന ഘടന ഭരണഘടനയ്ക്ക് നൽകുന്നത്. അതിനെ നമുക്ക് മാറ്റാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ് അതിൻ്റെ പൊതു തത്വം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകങ്ങളിലുള്ളതാണ് അതിൻ്റെ പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതിൽ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ തന്നെ ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാന ശിലകളായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. അങ്ങനെയുള്ള കാര്യത്തിനെയൊക്കെ തന്നെ കുന്തവും കുടച്ചക്രവുമാണ് എന്ന് പറയുന്നത് തന്നെ ഭരണഘടനയെ വിമർശിക്കുകയല്ല, അതിനെ പരിഹസിക്കുകയാണ്, അതിനെ അവഹേളിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല നിയമങ്ങളുണ്ട്. ഭരണഘടനയെ നമ്മളെങ്ങനെ കാണണം, നമ്മുടെ ദേശീയ ഗാനത്തിനെ നമ്മളെങ്ങനെ കാണണം, നമ്മുടെ ദേശീയ പതാകയെ നമ്മളെങ്ങനെ കാണണം, അതിൽ എന്തൊക്കെയാണ് വിമർശനം, എന്തൊക്കെയാണ് അവഹേളനം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വേർതിരിവുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഭരണഘടനയെ വിമർശിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല. നമ്മുടെ ദേശീയ പതാകയെ വിമർശിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല. അതിൽ ഇന്ന മാറ്റങ്ങൾ ഉണ്ടാകണം, അത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്ന് മാന്യമായ ഭാഷയിൽ വിമർശിക്കാനുള്ള അവകാശം ഓരോ ഇന്ത്യൻ പൗരനും ഭരണഘടന നൽകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നാഷണൽ ഓണറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആക്ടുകളിലൊക്കെ തന്നെ അതിനുള്ള പ്രൊവിഷൻസും ഉണ്ട്. പക്ഷേ വിമർശനം എന്ന് പറയുന്നതും അവഹേളനം എന്ന് പറയുന്നതും തമ്മിലുള്ള ഒരു അതിർവരമ്പ് എന്നത് നേർത്തതല്ല. ഇത് വളരെ ക്ലിയർലി ഡിഫൈൻഡ് ആണ്. സജി ചെറിയാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്? ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ഭരണഘടനയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഇന്ന് കോടതിയുടെ വിധിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു 2 സെൻറ്റൻസ് ഇങ്ങനെയാണ്: ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഐഡിയൽ ഫോർ ലൂട്ടിംഗ് ദ പീപ്പിൾ ഡസ് നോട്ട് ലീവ് മച്ച് റൂം ഫോർ ഡിസ്കഷൻ. അതായത് അദ്ദേഹം ഈ ഭരണഘടന ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു ചർച്ചയുടെ ആവശ്യം പോലും ഇല്ല. അത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് എന്ന കാര്യത്തിൽ there cannot even be two views on that statement. കാരണം 2
വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ ആ ഒരു വിഷയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിലൊരു ചർച്ചയെങ്കിലും സാധ്യമാവുകയുള്ളൂ. ഇവിടെ അതിൽ രണ്ട് ഭാഗമില്ല. അത് പിന്നെ ഭരണഘടന എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതല്ല, അല്ലെങ്കിൽ ആ രീതിയിലത്തേക്കുള്ള ഒരു ഭാഷ്യം അതിനെ ചമയ്ക്കാനായിട്ട് പാടില്ല എന്ന് വളരെ കൃത്യമായിട്ട് കോടതി പറയുകയാണ്. അത് കോടതി പറയുന്നത് എന്തുകൊണ്ടാണ്? അത് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഭരണഘടന ഈ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന രീതിയിലത്തേക്ക് ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനമല്ല. നേരെ മറിച്ച് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം നൽകുക, ആ സംരക്ഷണത്തിൽ മനുഷ്യത്വത്തിനെ മുൻനിർത്തിക്കൊണ്ട്, സമത്വത്തിനെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് നൽകുന്ന അന്തസ്സായി ജീവിക്കാൻ ഉൾപ്പെടെയുള്ള മൗലിക അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളെല്ലാം നൽകുന്ന, നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്ന, നമുക്ക് മതസ്വാതന്ത്ര്യം നൽകുന്ന, നമുക്ക് തൊഴിൽ സ്വാതന്ത്ര്യം നൽകുന്ന, നമുക്ക് വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണഘടന എങ്ങനെയാണ് കുന്തവും കുടച്ചക്രവും പോലെ കുന്തവും കുടച്ചക്രവും എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും വിലയില്ലാത്ത കാര്യത്തിനെ പറ്റിയാണ് പറയുക. ആ രീതിയിലത്തേക്ക് അതിനെ തുലനം ചെയ്യുന്നതിന് എങ്ങനെയാണ് സാധിക്കുക? ഇത് ഉപയോഗിച്ചുകൊണ്ട് കൊള്ളയടിക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതും ബ്രിട്ടീഷുകാർ പറഞ്ഞു കൊടുത്തതിനനുസരിച്ച് അത് കേട്ടെഴുതുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെയും ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി മെമ്പർമാരായിരുന്ന നമ്മൾ ഈ ഭരണഘടനയുടെ പലപ്പോഴും നമ്മളതിൻ്റെ പിതൃത്വമൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ അധ്യക്ഷനാരായിരുന്നു, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാരായിരുന്നു. ഇവർക്കെല്ലാമാണ് നമ്മളതിൻ്റെ പിതൃത്വം നൽകുക. അങ്ങനെയുള്ള ആൾക്കാരെ മൊത്തത്തിൽ അവഹേളിക്കുന്ന രീതിയിലത്തേക്കുള്ള പരാമർശമാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ വരുന്ന ഒരു നറേറ്റീവ് പോലും വളരെ അപഹാസ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇടതുപക്ഷക്കാർ മൊത്തത്തിലും ഇപ്പോൾ സജി ചെറിയാൻ്റെ വാക്യങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അവർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പക്ഷം ഇവിടെ കോടതി കേട്ടില്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ പക്ഷം പൂർണ്ണമായിട്ടും ആ വീഡിയോയിലുണ്ട്, അതിനപ്പുറത്തേക്കൊന്നും വരുന്നില്ല. അതേപോലെ അവർ പറയുന്നുണ്ട് ഇതൊരു പ്രൈവറ്റ് മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ പ്രൈവറ്റ് മീറ്റിങ്ങിൽ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ലയബിലിറ്റി മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയല്ല, അത് CPMൻ്റെ ഒരു പ്രൈവറ്റ് മീറ്റിംഗ് ആയിരുന്നില്ല, അത് മൈക്കുമൊക്കെ കെട്ടിവെച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു. തന്നെയല്ല, അത് ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്തതാണ്. അവിടെ ഉണ്ടായിരുന്ന MLA പോലും ഇതര പാർട്ടികളിൽ നിന്നുള്ള ആൾക്കാരാണ്. പ്രമോദ് നാരായൺ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആളാണ്. അതേപോലെ തന്നെ മാത്യു ടി തോമസ് ഉണ്ട്, അദ്ദേഹം JDS ആണ്. അപ്പോൾ അതൊരിക്കലും ഈ പറയുന്ന ന്യായങ്ങളൊന്നും തന്നെ നിലനിൽക്കുന്ന കാര്യമല്ല. അപ്പോൾ എനിക്കറിയില്ല, നമ്മുടെ ഭരണഘടനയെ കൈതൊട്ട് സത്യം ചെയ്തിട്ട് ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കില്ല എന്നും ഭരണഘടനയോട് നിർവ്യാജമായിട്ടുള്ള കൂറും വിശ്വസ്തതയും പുലർത്തും എന്നും പറഞ്ഞ് സത്യം ചെയ്തിരിക്കുന്ന ഒരാൾ എന്ത് വിശ്വസ്തതയും കൂറുമാണ് ഭരണഘടനയോട് കാണിച്ചത് എന്നല്ലേ ചോദിക്കുക. അതായത് അദ്ദേഹത്തിന് വിശ്വാസമില്ലാത്ത, ആരോ എഴുതി കൊടുത്തിരിക്കുന്ന അതേപടി എഴുതി വെച്ചിരിക്കുന്ന, കുന്തവും കുടച്ചക്രവും പോലെയുള്ള പ്രമാണങ്ങൾ മാത്രം എഴുതി വെച്ചിരിക്കുന്ന അട്ടർ റബ്ബിഷായിട്ടുള്ള ഒരു കാര്യമാണ് ഭരണഘടന എന്ന രീതിയിലത്തേക്ക് അഭിപ്രായം പറയുന്ന ഒരാൾ എന്ത് രീതിയിലുള്ള നിർവ്യാജമായിട്ടുള്ള കൂറും വിശ്വസ്തതയുമാണ് ഈ ഭരണഘടനയോട് പുലർത്തുന്നത് എന്നത് എനിക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിനെയും മതേതരത്വത്തിനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇടതുപക്ഷം മതേതരമായിട്ട് നിലകൊള്ളുന്നത് എന്നൊക്കെ തന്നെ പറയാറുണ്ട്. ഇപ്പോൾ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ BJPയെ പരാജയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്നത് ഇതേ കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ സന്ദീപ് വാര്യർ BJP വിട്ടിട്ട് UDF പോകുന്ന സമയത്ത് അവർ പറയുന്നത് തന്നെ ഇതാണ്. അതായത് മതേതരമായിട്ടുള്ള നിലപാടുകളല്ല അദ്ദേഹത്തിൻ്റേത്, പഴയ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വർഗീയമായിട്ട് അവിടെ തുടരുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു അഭയസ്ഥാനം UDF കൊടുക്കുന്നത് പോലും തെറ്റാണ്. കാരണം ഞങ്ങളുടെ മതനിരപേക്ഷത എന്നത് നിങ്ങൾ കരുതുന്നതിനേക്കാൾ മഹത്തരമാണ് എന്ന നിലയ്ക്കാണ് അവരിതിനെപ്പറ്റി പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ പാർത്ഥൻ, നമ്മൾ പറഞ്ഞു പോകേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം പോലീസ് ഈ വിഷയത്തിൽ നടത്തിയ അന്വേഷണമാണ്. കേരള പോലീസ് എന്ന് പറയുന്ന ഒരു സംവിധാനം, ആ സംവിധാനം ഏത് നിലയ്ക്കാണ് സജി ചെറിയാന് അനുഗുണമായി വരുന്ന രീതിയിലത്തേക്കുള്ള ഒരു റിപ്പോർട്ട് അവിടെ കൊടുത്തത്. ഇതിൻ്റെ ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട പെൻഡ്രൈവും മറ്റു കാര്യങ്ങളുമുണ്ട്, ഇതിൻ്റെ ബ്രോഡ്കാസ്റ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഫയലുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട് പോലും വന്നതിന് ശേഷമാണല്ലോ പോലീസ് അന്തിമ റിപ്പോർട്ട് കൊണ്ടുവരേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു കാര്യം പോലും കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ഫോറൻസിക് റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് കേസ് അന്വേഷണത്തിൻ്റെ ഫൈനൽ റിപ്പോർട്ട് അവർ കോടതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയാണ് എല്ലാവർക്കും സംശയം വരുന്ന ഒരു കാര്യം വരുന്നത്. കേരള പോലീസ് പോലുള്ള ഒരു ഏജൻസി യാതൊരുവിധ ഉളുപ്പുമില്ലാതെ, ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയും കാണിക്കാതെ, ഇതിലൊരു ഭരണഘടനാ ലംഘനവും നടന്നിട്ടില്ല എന്നൊരു റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കുകയാണ്. ആ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ച ആ റിപ്പോർട്ട് കോടതിയും പരിശോധിച്ചു. ഇതിൽ ഉദ്യോഗസ്ഥന്മാർ എങ്ങനെയാണ് ജനങ്ങൾ ഇവരെ കാണേണ്ടത്? ഈ ഭരണത്തിന് കീഴിൽ പോലീസിനെ ഏത് രീതിയിൽ എത്തിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയല്ലേ ഇത്? നിശ്ചയമായും. കാരണം ഇത് ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. സജി ചെറിയാൻ്റെ വിഷയം ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ പറഞ്ഞതുപോലെ ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത് ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ നടപ്പാക്കുമെന്ന് പറയുന്ന ഒരു മന്ത്രി ആ ഭരണഘടനയ്ക്ക് പുല്ലുവില കൽപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രസംഗം നടത്തുന്നു. ഈ പ്രസംഗം അവിടെ ഉണ്ടാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എങ്കിൽ ആ തെറ്റ് കോടതിയെ ബോധിപ്പിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം നമ്മൾ വിശ്വസിക്കുന്നത് ഇവിടെയുള്ള കേരള പോലീസ് ചെയ്യുമെന്നാണ്.
പക്ഷേ ആ കേരള പോലീസ് അത് ചെയ്യുന്നതിന് പകരം സർക്കാരിൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ ഒരു പാരറ്റായി മാറിയിട്ട് അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളെ മാത്രം ഒരു റിപ്പോർട്ടിലേക്ക് എഴുതി വയ്ക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന ഫോറൻസിക് ഫയലുകളെ ആശ്രയിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും അവർ ശ്രമിച്ചു. തന്നെയുമല്ല പാർത്ഥൻ, ഇതിലെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള മറ്റൊരു പ്രശ്നം, അവിടെ ഹാജരായിരുന്ന ചില ആൾക്കാരുടെ മാത്രം മൊഴിയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിനെ മാത്രം ആശ്രയിച്ചു. നേരെ മറിച്ച് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന, ഇത് കണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള ആൾക്കാരുണ്ട്. അവിടെ ഹാജരായിരിക്കുന്ന ആൾക്കാർ മാത്രമല്ല, ഇത് ഫേസ്ബുക്ക് ലൈവിലൂടെ കണ്ടിരിക്കുന്ന, പിന്നീട് അതിൻ്റെ വീഡിയോ കണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള ആൾക്കാരുണ്ട്. മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതിൻ്റെ ബ്രോഡ്കാസ്റ്റുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ മൊഴി സ്വീകരിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള മൊഴി വരുന്ന ആൾക്കാരെ മാത്രം അവരാശ്രയിക്കുകയും അങ്ങനെ അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കാൻ വേണ്ടിയിട്ട് നടന്ന ഒരു അന്വേഷണം എന്ന നിലയ്ക്കുള്ള ഒരു പ്രതീതി അവരിപ്പോൾ സമൂഹത്തിൽ ജനിപ്പിച്ചിരിക്കുകയും ചെയ്യുകയാണ്. ഞാനവരെ വിനീതമായിട്ട് പോലീസുകാരെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ ധരിച്ചിരിക്കുന്നത് റെഡ് വോളണ്ടിയറുടെ കുപ്പായമല്ല, നിങ്ങൾ ധരിച്ചിരിക്കുന്നത് കേരള പോലീസിൻ്റെ കാക്കിയാണ്. അപ്പോൾ കേരള പോലീസിൻ്റെ കാക്കിയോട് നമുക്ക് ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഒരു വിശ്വാസമുണ്ട്, കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പോലും. പക്ഷേ എന്നിട്ടും അത് ധരിച്ചുകൊണ്ട് ഒരു പാർട്ടി അടിമയെപ്പോലെ പ്രവർത്തിക്കുന്ന രീതിയിലത്തേക്ക് ആൾക്കാർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ്. ഇന്ന് കോടതി തന്നെ പറയുന്നുണ്ട്, വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള കോമൺ സെൻസ് ഉള്ള ഒരാളിൻ്റെ വ്യൂ ആണ് ഈ കാര്യത്തിൽ വേണ്ടത് എന്ന് വെച്ചാൽ ഈ അന്വേഷണ സംവിധാനത്തിനെ നയിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഈ കോമൺ സെൻസ് ഇല്ല എന്ന് പരോക്ഷമായി പറയുന്നതിന് തുല്യമാണ്. നേരിട്ട് അങ്ങനെ പറഞ്ഞില്ല എങ്കിലും അങ്ങനെയുള്ള ആൾക്കാരുടെ വ്യൂ ആണ് ഇതിൽ വേണ്ടത് എന്ന് പറയുമ്പോൾ ആ റിപ്പോർട്ടിൽ കോമൺ സെൻസ് ഇല്ല എന്നുള്ളത് അർത്ഥം വളരെ വ്യക്തമാണ്. കോമൺ സെൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആവുമല്ലോ അതിനെ വിമർശിച്ചിരിക്കുന്നത്. അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, thus the conclusion arrived at by the investigating officer was in haste and without proper appreciation. അപ്പോൾ ഈ കാര്യങ്ങളെ ഒന്നും തന്നെ കൃത്യമായി മനസ്സിലാക്കാതെ ഒരു ധൃതിയിൽ ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നതിനും റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തീരുമാനിച്ചത് എന്നും അതുകൊണ്ട് തന്നെ വളരെ ക്രെഡിബിളായിട്ടുള്ള, വളരെ റിലയബിളായിട്ടുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ, റെസ്പോൺസിബിളായിട്ടുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഇത് ഏൽപ്പിക്കണമെന്നും പറയുമ്പോൾ ഇത് അന്വേഷണത്തിൽ ലീഡ് ചെയ്തിരിക്കുന്ന ഉദ്യോഗസ്ഥന് ഈ മെറിറ്റുകൾ, വെർച്യൂസ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിന് എതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. ഇതൊക്കെ കേട്ടതിന് ശേഷം അദ്ദേഹത്തിന് എങ്ങനെ ഇനി സർവീസിൽ തുടരാൻ കഴിയും എന്നെനിക്കറിയില്ല. കാരണം അത്രത്തോളം നാണക്കേടാണ്. ഈ പോലീസ് എന്തിനാണ് നമ്മൾ പറയുന്നത്, എന്താണ് നിയമപാലകർ എന്നാണ്, അല്ലേ? അപ്പോൾ ഈ നിയമം എല്ലാം സ്റ്റെം ചെയ്തിരിക്കുന്ന ബേസിസ് എവിടെയാണ്? നമ്മുടെ നാട്ടിൽ ഒരു നിയമവും ഭരണഘടനാ വിരുദ്ധമായിട്ട് ഉണ്ടാക്കാൻ കഴിയില്ല. നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന എല്ലാ നിയമങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായിരിക്കണം. അപ്പോൾ നിങ്ങൾ നിയമപാലകനാണ് എങ്കിൽ നിങ്ങൾ ഭരണഘടന എന്താണോ പറയുന്നത് അതിനെ നിർവഹിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെട്ടിരിക്കുന്ന ആൾ കൂടിയാണ്. ഇപ്പോൾ പോലീസിൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് എനിക്ക് ഒരിടത്ത് തുല്യത കിട്ടുന്നില്ല, സാർ അത് പരിഗണിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ പോലീസ് പോകുന്നത് ഏത് നിയമത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതല്ല, ഭരണഘടന നമുക്ക് നൽകുന്ന അടിസ്ഥാനമായിട്ടുള്ള അവകാശം അവിടെ ലംഘിക്കപ്പെട്ടോ, ഇതാണ് പോലീസ് നോക്കുക. അപ്പോൾ നമ്മളെല്ലാ കാര്യത്തിനും ഓടുന്നത് കോടതിയിലേക്കല്ലല്ലോ. നമ്മൾ ആദ്യം നിയമപാലകരെ ഇതിനുവേണ്ടി ആശ്രയിക്കുന്നു. ആ നിയമപാലകർക്ക് പോലും സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നതിലെ കൊള്ളരുതായ്മ കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ ഇത് എന്ത് പോലീസാടാവുകയെ എന്നല്ലേ നമ്മൾ സർക്കാരിനോട് ചോദിക്കേണ്ടത്. ശ്രീ പിണറായി വിജയനോട് നമ്മൾ ചോദിക്കേണ്ടത്, ഇതാണ് ആഭ്യന്തരമെങ്കിൽ എന്ത് തരത്തിലുള്ള നീതിയാണ് ആൾക്കാർക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത്? നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ കണ്ടിരിക്കുന്ന, കോടതി പറഞ്ഞിരിക്കുന്നത് പോലെ ഈ വിഷയത്തിൽ രണ്ടഭിപ്രായം പൊതുസമൂഹത്തിൽ ഇല്ലാത്ത ഒരു വിഷയത്തിൽ ഈ മൈനോറിറ്റി ഒപ്പീനിയൻ്റെ കൂടെ സജി ചെറിയാനോടൊപ്പം നിൽക്കാനായിട്ട് കേരളത്തിലെ അന്വേഷണ സംവിധാനത്തിനല്ലാതെ ബോധമുള്ള മറ്റേതെങ്കിലും ഒരു അന്വേഷണ സംവിധാനത്തിന് കഴിയുമോ എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഞാനതിൽ കരുതുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്തായാലും ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുന്നേ അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ, അതായത് LDFന്റെ കൺവീനർ TP രാമകൃഷ്ണനോട് ഇന്ന് മാധ്യമങ്ങളൊക്കെ ചോദിച്ചു, സജി ചെറിയാൻ രാജിവെക്കേണ്ടതല്ലേ, മന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ TP രാമകൃഷ്ണന്റെ മറുപടി, ഈ കോടതിയുടെ വിധി അന്തിമമല്ല എന്നുള്ളതായിരുന്നു. അന്തിമമല്ലാത്ത വിധിയുടെ പുറത്ത് സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ല, അന്തിമമായ വിധി വരട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ക്യാപ്സ്യൂളുകൾ നിർമ്മിക്കാൻ CPMന് കഴിഞ്ഞ ആളുകളുള്ളൂ എന്നറിയാമല്ലോ. ഈ തരത്തിലും ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് LDFന്റെ കൺവീനർ പോലും ക്യാപ്സ്യൂളുകൾ ഇറക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. എന്തൊരു ദുര്യോഗമാണിത്. പാർത്ഥൻ നോക്കൂ, ഇതിൽ ആദ്യം രാജിവെക്കുന്ന സമയത്ത് ധാർമ്മികതയെ മുൻനിർത്തി രാജിവെക്കുകയാണ് ശ്രീ സജി ചെറിയാൻ എന്നുള്ളതായിരുന്നു അന്നത്തെ പാട്ട്, അല്ലേ? അന്നത്തെ ട്രെൻഡിങ് സോങ് അതായിരുന്നു. ഇന്നത്തെ ട്രെൻഡ് എന്താണ്? ഇന്ന് പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവുകയും ഹൈക്കോടതി തന്നെ ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് പ്രശ്നമുണ്ട്, അതിൽ തർക്കമില്ല എന്ന് പറയുകയും ചെയ്തതിന് ശേഷവും പണ്ടുണ്ടായിരുന്ന ധാർമ്മികത ഇപ്പോൾ ഇല്ല. പകരം എന്താണ്? പുതിയ പാട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇതിന് മുകളിൽ വേറെ കോടതി ഉണ്ടല്ലോ, നമ്മൾ അന്നേരം കണ്ടോളാം. അപ്പോൾ ആ കോടതി ഏതായിരിക്കും?
ഒരുപക്ഷെ ഹൈക്കോടതിയിൽ ഇതിനെ ചലഞ്ച് ചെയ്യാം, അതല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകാം. ഇനി അതല്ലെങ്കിൽ ഹേഗിലൊക്കെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുണ്ട്, അവിടേക്കൊക്കെ പോകുമായിരിക്കും. ഇനി അതിനപ്പുറത്തേക്ക് ബഹിരാകാശത്ത് വല്ല കോടതി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് ഈ രീതിയിലേക്ക് ഇതിനെ ഇങ്ങനെ ഡിലേ ചെയ്തുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കോമൺ സെൻസിനെ വെല്ലുവിളിക്കുന്ന രീതിയിലത്തേക്കുള്ള പ്രസ്താവന ഒരു CPM-കാരനെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാ സംരക്ഷകൻ എന്നുള്ള മേലങ്കി അണിയുന്ന സമയത്ത് നമ്മുടെ ഭരണഘടനയിലെ പല പ്രമാണങ്ങളും വിദേശത്തു നിന്നുള്ള പല ഭരണഘടനകളിൽ നിന്ന് അല്ലെങ്കിൽ പല രാജ്യങ്ങളിലെ നിയമ സംവിധാനങ്ങളിൽ നിന്ന് നമ്മൾ കൈക്കൊണ്ടതാണ് എന്നുള്ള ഒരു വസ്തുതയുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു ബ്രിട്ടീഷുകാരൻ പറഞ്ഞപ്പോൾ എഴുതി വെക്കുന്ന ഒരു സംവിധാനമല്ല നമ്മുടെ നാട്ടിലുള്ളത്. ഇപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ തന്നെ അയർലൻഡിലും സ്പെയിനിലും നിന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ രാജ്യസഭയിലേക്ക് നമുക്ക് അപ്പർ ഹൗസിലേക്ക് നോമിനേറ്റഡ് മെമ്പേഴ്സ് വരുന്നു എന്ന് പറയുന്നത് അയർലൻഡിൽ അതിൻ്റെ മാതൃകയുണ്ടായിരുന്നു. ഭരണഘടന എന്ന് പറയുന്നത് ഒരു ഏകശിലയല്ല, അതിനെ അമെൻഡ് ചെയ്യാമെന്ന രീതിയിലത്തേക്കുള്ള കോൺസെപ്റ്റ് വരുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. സെൻറ്ററിന് റെസിഡ്യൂറി പവേഴ്സ് ഉണ്ട് എന്ന് പറയുന്നത് കാനഡയിൽ നിന്നാണ്. ലിബർട്ടി നമ്മളുടെ പ്രിയാമ്പിളിൽ കൊടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള പിന്നെ നമുക്ക് അധികാര കേന്ദ്രങ്ങൾ പറയുന്ന സെൻറ്ററിൻ്റെ ലിസ്റ്റുണ്ട്, സ്റ്റേറ്റിൻ്റെ ലിസ്റ്റുണ്ട്, കൺകറൻറ്റ് ലിസ്റ്റുണ്ട്. ഈ കൺകറൻറ്റ് ലിസ്റ്റൊക്കെ വന്നിരിക്കുന്നത് ഓസ്ട്രേലിയൻ കോൺസെപ്റ്റാണ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, നമ്മുടെ പിന്നെ അവകാശങ്ങൾ മാത്രമല്ല ചുമതലകളുണ്ട് എന്ന് പറയുന്നത് USSRൽ നിന്ന് വരികയാണ്. അതേപോലെ തന്നെ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്നത് ജപ്പാനാണ്. ഇങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ എമർജൻസി വരുമ്പോൾ പോലും നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങളില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു ക്ലോസ് വരുന്നത് പോലും ജർമ്മനി പോലെയുള്ള ഒരു രാജ്യത്തു നിന്നാണ്. അപ്പോൾ നമ്മുടെ ഭരണഘടന തയ്യാറാക്കുമ്പോൾ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഭരണഘടനകൾ പഠിച്ചിട്ട് അതിൽ നിന്നുള്ള ഏറ്റവും നല്ല കാര്യങ്ങൾ എടുത്തതിന് ശേഷം നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് മാറ്റി അതിനെ ഇവിടെ ആപ്ലിക്കബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ലബോറിയസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് അവിടെ ഉള്ളപ്പോൾ ആ എഫേർട്ടിനെയും അത് ചെയ്തിരിക്കുന്ന ആൾക്കാരെയും മുഴുവൻ അണ്ടർമൈൻ ചെയ്യുന്ന രീതിയിലത്തേക്ക്, ഇവരുടെ ക്രെഡിബിലിറ്റി ഒറ്റയടിക്ക് ഇല്ലാതെയാക്കുന്ന രീതിയിലത്തേക്ക് ബ്രിട്ടീഷുകാരൻ പറഞ്ഞിരിക്കുന്നത് അതേപോലെ എഴുതി വെച്ചിട്ട് ആൾക്കാരെ കൊള്ളയടിക്കാനാണ് എന്ന് പറഞ്ഞാൽ, ഈ വിധിയുടെ പേരിൽ ഭരണഘടനയെ ഞാൻ മാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അധികാര സ്ഥാനത്ത് തുടരാനായിട്ട് ഒരാൾ അള്ളിപ്പിടിച്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഭരണഘടനയെ കൊള്ളയടിക്കുന്നത്. കാരണം ആ ഭരണഘടനയോട് നിർവ്യാജമായ കൂറും വിശ്വസ്തയും പുലർത്തുമെന്ന് നിങ്ങൾ പറഞ്ഞതിന് ശേഷവും അതിലുള്ള 1-2 ക്ലോസുകളൊക്കെ തന്നെ തനിക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞ് വ്യാജമായിട്ടുള്ള നറേറ്റീവ് സൃഷ്ടിച്ച് നിങ്ങൾ അധികാരത്തിൽ തുടരാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ ഭരണഘടന കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ. ഞാൻ കരുതുന്നത്, ഈ ഒരു അവസരത്തിലും ഞാൻ കരുതുന്നത്, ബോധമുള്ള ആരെങ്കിലും ഇടതുപക്ഷത്തുണ്ട് എങ്കിൽ അവർ ഇദ്ദേഹത്തിനോട് ഈ കാര്യമെല്ലാം തന്നെ ബോധിപ്പിക്കുമെന്നും അത് അദ്ദേഹത്തിന് മനസ്സിലാകുമെന്നും അദ്ദേഹം രാജിവെക്കുമെന്നുമാണ്. കാരണം അങ്ങനെയുള്ള ഒരു മന്ത്രി ഇനിയും അധികാരത്തിൽ തുടരുക എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയ്ക്ക് തന്നെ ഏറ്റവും വലിയ അവഹേളനമാണ് അദ്ദേഹം നടത്തിയ പ്രസ്താവനയേക്കാൾ. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾക്ക് അദ്ദേഹത്തിന് മാത്രമേ അക്കൗണ്ടബിലിറ്റി ഉള്ളൂ. പക്ഷേ ഇനിയും അദ്ദേഹം ആ സർക്കാരിൽ, ആ മന്ത്രിസഭയിൽ തുടരുകയാണെങ്കിൽ അതിൻ്റെ കളക്റ്റീവായിട്ടുള്ള അക്കൗണ്ടബിലിറ്റി നമ്മുടെ സംസ്ഥാന സർക്കാരിനുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് എന്നാണ്. അപ്പോൾ സജി ചെറിയാൻ്റെ പാപം, ഇപ്പോൾ ശിവൻ്റെ കൂടെ കൂടിയാൽ എന്താണ്, പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പിണറായി വിജയൻ സജി ചെറിയാനെ ആ രീതിയിലത്തേക്ക് ഓൺ ചെയ്യരുത് എന്നാണ് എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത്. തീർച്ചയായും എന്ത് തന്നെയായാലും ഈ മന്ത്രി ഒരു നിമിഷം പോലും സ്ഥാനത്ത് തുടരരുത് എന്നാണ് ഭരണഘടനയെ സ്നേഹിക്കുന്ന ഓരോ പൗരനും മനസ്സിൽ കരുതുന്നത്. എന്തായാലും ആ തരത്തിലൊരു നീക്കമുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്ത് തന്നെയായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി ശ്രീ ശ്രീജിത്ത് പണിക്കർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.